പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ എന്ന നാമം കേട്ട് കഴിഞ്ഞാൽ ക്രോധാവേശം കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ജീവിക്കുന്ന എല്ലാവരെയും പിടിച്ച് ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങളുമായിട്ട് യാത്ര ചെയ്ത സാവൂള്. അയാളെ നമ്മൾ പിന്നീട് കാണുന്നത് യേശു മാത്രം മതി, യേശുവാണ് ഏകരക്ഷകനെന്ന് ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്ന പൗലോസ് അപ്പോസ്തലനായിട്ട്. വലിയൊരു മാനസാന്തര കഥയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവെന്ന ഈശോ എന്നുള്ള നാമം, യേശു എന്ന നാമം പറയുന്ന എല്ലാവരെയും കൊന്നുകളയണമെന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെ നടന്നിരുന്ന ഒരാൾ എല്ലാവരിലേക്കും യേശു എന്നുള്ള നാമം വിളിച്ചു പറയാനായിട്ട് ഓടി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പൗലോസ് അപ്പോസ്തലൻ സാവൂള് പൗലോസ് അപ്പോസ്തലനായി മാറിയതുപോലെ ഈ ക്രിസ്തുവെന്നുള്ള തെളിച്ചത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ വെളിച്ചങ്ങളെയും കെടുത്തിക്കളയുന്ന വിധത്തിലുള്ളൊരു വെട്ടം സാവൂളിനെ നേരിടുന്നുണ്ട്. നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. സാവൂൾ ഒരിക്കലും കർത്താവിനെ നേരിട്ട് കണ്ടിട്ടില്ല, ആളെ ഉപദ്രവിക്കുന്ന വിധത്തിൽ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ തൻ്റെ നാമത്തിൽ ജീവിക്കുന്ന ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അത് തന്നെ തൊടുന്നത് പോലെ തന്നെ എന്നുള്ള സ്വർഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് സാവൂളുമായിട്ടുള്ള സ്വർഗത്തിൻ്റെ എൻകൗണ്ടർ നമ്മൾ കാണുന്നത്. അതൊന്ന് മനസ്സിൽ വെക്കണത് നല്ലതാണ്. നമ്മളെ ക്രിസ്ത്യാനി എന്ന രീതിയിൽ എവിടെയെങ്കിലും അവഹേളിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പള്ളിയിൽ പോകുന്നതിനെ ഓർത്ത്, പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് ആരെങ്കിലും നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കൊന്നുമല്ല പ്രയാസങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെയും പീഡനങ്ങളുടെയും നടുവിൽ, കുറ്റപ്പെടുത്തലുകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് നീ എന്തിനാടാ എന്നെ തൊടുന്നേ, എൻ്റെ ആളുകളെ തൊടുന്നേന്ന് ചോദിച്ചിട്ട് എൻ്റെ കർത്താവ് നിൽക്കുന്നുണ്ടെന്നേ. അത് നമുക്ക് തരുന്ന ആ ചിന്ത, നമുക്ക് തരുന്ന ബലം ചെറുതൊന്നുമല്ല, പ്രത്യാശ ചെറുതൊന്നുമല്ല. ആ ഒരു ബലത്തിലും ആ ഒരു കരുത്തിലുമാണ് ആദിമകാല ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ എല്ലാ പീഡനങ്ങളെയും അതിജീവിച്ചത്. പൗലോസ് അപ്പോസ്തലനായിട്ട് മാറിയ സാവൂളിനെ കുറിച്ച് നമ്മൾ വചനത്തിൽ അവസാനം വായിക്കുന്നത്, അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു, അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോടുകൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. അടുത്ത വചനം, അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. അതെന്തൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കണേ. ഇത്രയും നാള് അവരുടെ സിനഗോഗുകളിൽ നിന്ന് ആർക്കെതിരെയാണോ താൻ പറഞ്ഞത്, ആരുടെ മാർഗം സ്വീകരിച്ചതിനാണോ താൻ മനുഷ്യരെ കുറ്റപ്പെടുത്തുകയും വധിക്കാൻ ഒരുങ്ങുകയും ചെയ്തത്, അതേ ആളെ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവൻ ദൈവപുത്രനാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അതേ സിനഗോഗുകളിലായി ഓടിയെടുക്കാണ്. മനുഷ്യരെന്ത് കരുതുന്ന പോലുള്ള ചിന്തയൊന്നുമില്ല ഈ ഒരാൾക്ക്. അത്രയ്ക്ക് സ്നേഹത്തോടുകൂടെ, അത്രയ്ക്ക് ബോധ്യത്തോടുകൂടെ കർത്താവിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. അത്രയും നാൾ അങ്ങനെ ആയിരുന്നില്ല. കണ്ണ് തുറന്നിരുന്നെങ്കിലും അവനൊന്നും കാണുന്നില്ലായിരുന്നു എന്ന് പറയണേ. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. ശരിയായിട്ടുള്ളത് കാണാൻ സാധിക്കാതിരുന്ന നിമിഷങ്ങളിൽ തെറ്റിപ്പോയൊരു മനുഷ്യൻ സ്വർഗത്തിൻ്റെ വെളിച്ചം അയാളുടെ കണ്ണുകളിലേക്കും ജീവിതത്തിലേക്കും വരുമ്പോൾ ചെതുമ്പലുകൾ പോലെ എന്തൊക്കെയോ അടർന്നു വീണെന്നാണ് പറയണേ. ഈ അജ്ഞതയുടെ മൂടുപടം മാറിക്കിട്ടിയ ഒരു മനുഷ്യന് പിന്നീട് ഈശോ ആരാണെന്ന്, ദൈവപുത്രനായ ക്രിസ്തുവാണ് അവനെന്ന്, അവൻ ദൈവം തന്നെയാണെന്ന് തിരിച്ചറിവ് ലഭിക്കുന്നതോടുകൂടെ, ശരിയായ കാഴ്ച ലഭിക്കുന്നതോടുകൂടെ ഇങ്ങനെ പിന്നെ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റണില്ല. പൗലോസ് അപ്പോസ്തലനാണ് നമ്മൾ ആ വചനത്തിൽ വായിക്കുന്നത് പോലെ ചോദിക്കുന്നത്, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ഞാൻ കണ്ടതാന്നേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആള് നേരിട്ട് ഈശോയെ കണ്ടിട്ടില്ല അതുവരെ. പക്ഷേ ഇതൊരു വലിയൊരു ദൃക്സാക്ഷി വിവരണമാണ്. ഞാൻ കണ്ടതാ. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോസ്തലൻ മറ്റ് സഭകൾക്കുള്ള എഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അവൻ ഉദ്ധാനം ചെയ്ത ഈശോ ആദ്യം കേപ്പായിക്കും 11 ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം 500-ലധികം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവസാനം അകാല ജാതനെ കണക്ക് എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. ഞാൻ കണ്ടു.
ഉദ്ധാനം ചെയ്ത തമ്പുരാനെ ഞാൻ കണ്ടു, ജീവിക്കുന്നവനായ ദൈവത്തെ ഞാൻ കണ്ടു. ഇനി എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ കണ്ടതാ. ഈ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ മനുഷ്യർക്ക്, കുരിശിൽ കിടക്കുന്നവൻ, അൾത്താരയിൽ അപ്പമായി മുറിയുന്നവൻ, ജീവിക്കുന്ന ദൈവമാണെന്നുള്ള തെളിച്ചത്തിലേക്ക് വന്നവർക്ക് പിന്നീട് അവനെ വിളിച്ചു പറയാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ പോയ മനുഷ്യരെക്കുറിച്ചാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. മനുഷ്യാവതാരം ചെയ്ത ദൈവം അവരുടെ മുൻപിൽ വന്ന് നിന്ന് സ്വയം സാക്ഷ്യം കൊടുത്തിട്ട് പോലും മനസ്സിലാക്കാത്ത കുറച്ച് മനുഷ്യർ. എന്തൊരു ദുർഗതിയാണെന്ന് ആലോചിച്ച് നോക്കണേ. ഇത് കർത്താവ് പറയുന്നുണ്ട്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറയുമ്പോൾ അവരുടെ റെസ്പോൺസ് ഇതാണ്, തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും? ദൈവമാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ, അത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ അവർക്ക് ഈ സംശയം വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ്റേത് പോലുള്ളൊരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അൾത്താരയിൽ മുറിയപ്പെടുന്ന ആ തിരുവോസ്തി ഞാൻ എല്ലാ ദിവസവും നാവ് നീട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അപ്പവും വീഞ്ഞും, അത് എനിക്ക് വേണ്ടി മരണമേറ്റെടുത്ത എൻ്റെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാണെന്ന് വിശ്വസിക്കാത്തിടത്തോളം കാലം നമ്മൾ സാവൂൾമാരാ. പൗലോസ് ആയിട്ടില്ല. അത് വിശ്വസിക്കാതെ, അത് ബോധ്യപ്പെടുകയും അത് അനുഭവിക്കുകയും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ നാവിപ്പ് അനങ്ങുന്നില്ല അവൻ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട്. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ പള്ളി പോണേ? കുർബാന കൂടാനെന്നാ പറയണേ. എൻ്റെ ദൈവത്തെ കാണാൻ, ജീവനുള്ള ദൈവത്തെ കാണാൻ, അനുഭവിക്കാനെന്നൊക്കെയുള്ള വാക്കുകൾ ഇനി എന്നാണ് നമ്മുടെ നാവിൽ നിന്ന് വരണേ? തിരിച്ചിറങ്ങുന്ന ഓരോ മനുഷ്യനോടും അവർ ചോദിക്കുന്നതിന് മുൻപ് ഈശോ ദൈവപുത്രനാണെന്ന്, ആ തിരുവോസ്തിയിലെ ജീവൻ തുടിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഹൃദയമുണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു തെളിച്ചം, അത് ആ സ്വർഗത്തിൻ്റെ വെളിച്ചം നമ്മുടെ കണ്ണുകളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അജ്ഞതയുടെ മൂടുപടങ്ങൾ എൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും എൻ്റെ കാഴ്ചയിൽ നിന്ന് നോക്കി മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ആ ചെതുമ്പലുകൾ താഴെ വീണു പോകട്ടെ എന്ന് അപേക്ഷിക്കണം. ആ തിരുവോസ്തിയിൽ, ഈ തിരുക്കുരിശിൽ, പരിശുദ്ധ കൂദാശകളിലൊക്കെ കർത്താവിനെ, ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടി അത് പ്രഘോഷിക്കാനുള്ള ധൈര്യത്തോടുകൂടെ മുന്നോട്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചെങ്കിലും തുടങ്ങണമെന്നേ. ഇനി ഇങ്ങനെ വെറുതെ പോയാൽ പോരാ. ഇത്രയും നാൾ അനുഭവിച്ചത് എൻ്റെ ദൈവത്തെയാണെന്ന് വിളിച്ചു പറയാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനായി മുട്ടിന്മേലായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. കർത്താവേ, ഇതൊന്ന് വിശ്വസിക്കാനായെങ്കിൽ ഞങ്ങൾ എത്രമാത്രം നിന്റേതായി ജീവിക്കുമായിരുന്നു. നിന്നെ തിരിച്ചറിയാൻ ഞങ്ങൾ എല്ലാ ദിവസവും അനുഭവിക്കുന്ന പരിശുദ്ധ കൂദാശകളിലൂടെ അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കിയവരായി മുന്നോട്ട് പോകാൻ, അത് എല്ലാവരോടും വിളിച്ചു പറയാൻ ഉള്ള ധൈര്യം തരണമേ എന്ന്, തെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈ രാത്രി നമ്മളെ സ്വർഗത്തിൻ്റെ വെളിച്ചം തൊടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.